ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ വായിച്ചു കാണും, ശിവകാശിയിൽ 27 പേര് മരിച്ചു. എന്താ സംഭവിച്ചത് അവിടെ ഒരു സുരക്ഷാ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യാതിരിക്കാൻ അവരൊരു വലിയ ഹാളെടുത്തിട്ട് അതിനെ കമ്പാർട്ട്മെൻറ്റൈസ് ചെയ്തു. അപ്പോൾ സേഫ്റ്റി ഡിസ്റ്റൻസ് ഇല്ല. ഒരിടത്ത് മിക്സിങ് നടക്കുന്നു, ഒരിടത്ത് മാനുഫാക്ചറിങ് നടക്കുന്നു, അടുത്തടുത്ത് പാക്കിങ് നടക്കുന്നു. അപ്പോൾ ഇതെന്തോ ഒരിടത്ത് ഒരു അപകടം ഉണ്ടായാൽ ഒരു ചെയിൻ പോലെ, അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ വന്നിട്ട് ആ മുഴുവൻ പടക്കങ്ങളും പടക്ക സാമഗ്രികളും അല്ലെങ്കിൽ റോ മെറ്റീരിയൽസും കത്തുകയാണ്. അതിൽ നിന്നും ജനങ്ങൾ അവിടെ നിൽക്കുന്ന വർക്കേഴ്സിന് ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ 10-45 പേര് വർക്ക് ചെയ്തിരുന്നു എന്നാണ് ഇന്നലത്തെ ഞാൻ ആ വീഡിയോയിലും മറ്റും കാണാൻ സാധിച്ചത്. ഇവയൊക്കെ അവർക്ക് ഓടി രക്ഷപ്പെടുവാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുകയും അതുമല്ല അതിൻ്റെ ആഘാതം നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്ന് എനിക്കറിയില്ല. ആഘാതം 1 കിലോമീറ്ററോളം അകലെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്രയും ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം പടക്ക സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിരിക്കും? രണ്ടാമത്തെ കാര്യം, അനധികൃതമായ രാസപദാർത്ഥങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതായത് പൊട്ടാഷ്യം ക്ലോറൈഡ് ഈസ് ബാൻഡ് ഇൻ 1992 ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ ഈ രാസപദാർത്ഥത്തിൻ്റെ അംശമുണ്ടോ എന്നുള്ളത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ അവരുടെ കെമിക്കൽ എക്സാമിനേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അത് പെസോയ്ക്ക് ഫോർവേഡ് ചെയ്യും. പെസോ അത് അനലൈസ് ചെയ്ത ശേഷം ഇതിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ടായോ എന്നുള്ളത് അവർ തീരുമാനിക്കും. എന്നിട്ട് അതാണ് നമ്മൾ കോടതിയിൽ കൊടുക്കുകയേണ്ട. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇത്ര ആഘാതം, നമ്മൾ ഈ 1 കിലോമീറ്റർ അകലെയുള്ള വീടുകളുടെ ജനലുകളും വാതിലുകളും പൊളിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അതിനകത്ത് പൊട്ടാഷ്യം ക്ലോറേറ്റ് പോലുള്ള അനധികൃത രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്.